അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഇന്ന് കുറച്ച് മട്ടൺ വാങ്ങിച്ചപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതിൽ ഞാൻ മട്ടൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കുന്നതുപോലെ തന്നെ ചിക്കൻ വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. മട്ടൻ പിന്നെ നമ്മൾ സെപ്പറേറ്റ് മട്ടനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മസാല ഫ്രൈ ചെയ്തിട്ട് അതിലോട്ട് കൊട്ടിയിട്ടിടുന്നു. അപ്പോൾ രണ്ട് ടേസ്റ്റ് തന്നെ. മട്ടനിൽ നെയ്യും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ സവാള ആയതുകൊണ്ട് തന്നെ ഞാനൊരു 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 വലിയ തക്കാളി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തത്, പച്ചമുളക്, പിന്നെ പച്ചമുളക് കുറച്ചിട്ടിട്ടുള്ളൂ, കുരുമുളകാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത്. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കണില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു മട്ടൻ ബിരിയാണിയാണ്. സബോള വഴറ്റുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഏത് ബിരിയാണി വെക്കുമ്പോഴും നമ്മൾ സബോള നല്ലോണം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക് ഉണ്ടാവുക. സബോള നല്ലോണം ബ്രൗൺ ആയതിനു ശേഷം അതിലോട്ട് ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, തക്കാളി ഒക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്ത മട്ടൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത മട്ടൻ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. മസാല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ മട്ടൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സബോള വഴറ്റുമ്പോൾ നെയ്യ് അധികം ഇടാണ്ടിരിക്കുക. മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ മട്ടനിൽ ഒരുപാട് നെയ്യ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വഴറ്റുന്ന സമയത്ത് നെയ്യ് കുറച്ചിട്ടാൽ മതി. കൂടുതൽ ആവശ്യമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ഇടാം കേട്ടോ. പക്ഷേ മട്ടനിൽ ഒരുപാട് നെയ്യ് ഉണ്ടാകും. അപ്പോൾ പിന്നെ അവിടെ നെയ്യ് കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കി എടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് എടുക്കണം. അരി വേവിക്കുന്ന വെള്ളത്തിലോട്ട് കുറച്ച് ഗരം മസാലയുടെ കരാമ്പ്, പട്ട, ഏലക്കായ, മല്ലിയില, ഉപ്പ്, കുറച്ച് നെയ്യ് ഇതൊക്കെ ഇട്ടിട്ട് അരി ഊറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ മട്ടൻ വേവിച്ചത് അടിയിൽ കുറച്ച് ചോറ് നടുക്ക് മട്ടൻ മസാല ഇട്ട് അതിൻ്റെ മേലെ ചോറിട്ട് ദമ്മിട്ടിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കണേ. മട്ടനിൽ കൊഴുപ്പ് കൂടുതലുള്ള കാരണം എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ മട്ടൻ വെക്കാറില്ല. വല്ലപ്പോഴൊക്കെ മട്ടൻ വെക്കാറുള്ളൂ. കൂടുതൽ ചിക്കൻ ബിരിയാണിയാണ് വെക്കുക. ബിരിയാണിക്ക് സൈഡായിട്ട് തൈര് സലാഡും മല്ലിയില ചമ്മന്തിയും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണ്, അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ബൺ മസ്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബട്ടർ, ബണ്ണ്, പിന്നെ മിൽക്ക് മെയ്ഡ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ വാനില എസൻസൊക്കെ ഒഴിക്കും, ഞാനത് ഒഴിച്ചിട്ടില്ല. ആദ്യം ബട്ടർ എടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക്
മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് അതും ഇതും നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ ബട്ടറും മിൽക്ക് മെയ്ഡും നല്ലോണം മിക്സ് ചെയ്യണം. അത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ബണ്ണ് 2 പകുതിയാക്കിയിട്ട് പൊളിച്ചിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത കൂട്ട് ഈ ബണ്ണിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ഒട്ടിച്ചെടുത്തിട്ട് സൈഡിലും ഇതുപോലെ ഈ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഇത്ര ഉള്ള പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബണ്ണും ബട്ടറും മിൽക്ക് മെയ്ഡും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് 3 സാധനങ്ങളുണ്ടായാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ നോക്കിയിട്ട് നമുക്കത് കഴിക്കാം. ചായ ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാൻ പറ്റും, വെറുതെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും ഒക്കെ ഉണ്ടാവുമല്ലോ. കഴിക്കാൻ നല്ല സോഫ്റ്റ് ബണ്ണാണ് നമ്മളിതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയുടെ കൂടെ മുക്കിയിട്ട് ചായയിൽ മുക്കിയിട്ട് കഴിക്കുക, ചായയിൽ മുക്കാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. അങ്ങനെ ഞങ്ങൾ ബണ്ണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങിയിട്ടാണ്. അതിൽ കൂടെ ഒന്ന് മട്ടനൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ഒന്ന് നടക്കുക. വൈകിട്ട് എന്തായാലും കുറച്ചൊന്ന് നടക്കും, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും. അങ്ങനെ ഞങ്ങൾ നടക്കാനിറങ്ങിയതാണ് കേട്ടോ. നടക്കാനിറങ്ങിയ അവിടുത്തെ കാഴ്ചകളാണ്. നല്ല ചെണ്ടുമല്ലി, മല്ലികപ്പൂ. ഇപ്പോൾ ഇവിടെ സീസണിൽ കൂടുതലും കാണുന്നത് ഈ മല്ലികപ്പൂവും ചെണ്ടുമല്ലിയില്ലേ, അതും പിന്നെ സീനിയുമാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ ഈ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. കാണുമ്പോൾ നല്ല നമുക്ക് നടക്കാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ചെടിയുടെ നഴ്സറിയിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ അത് വെറുതെ ഒന്ന് കയറിയതാണ്. കാരണം ചെടി വാങ്ങിയാൽ നമുക്കവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം കൂടുതൽ വാങ്ങി കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും വെറുതെ ഇങ്ങനെ ഒന്ന് കയറി. ആദ്യം പലയിടത്തും പിന്നെ നഴ്സറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇത് വേറെ നഴ്സറിയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഞാൻ അങ്ങനെ കയറി നോക്കൂട്ടാ. ചെടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാങ്ങിക്കും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ ചെടിയൊന്നും വാങ്ങിച്ചില്ല. ഒരു മിളക് ചെറിയ തയ്യിൽ തന്നെ വയലറ്റ് മിളകും ഉണ്ടായി നിൽക്കണം. വയലറ്റ് മിളകിൻ്റെ തൈയാണ് അതും. പിന്നെ ഈ പുതിനയില അതും. അത് രണ്ടും വാങ്ങിച്ച്. ചെടികളായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇത് രണ്ടും വാങ്ങിച്ചിട്ട് നമുക്കിവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണമല്ല അതൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ നല്ല ചെറിയ മുളകും തൈമേൽ തന്നെ മുളകുണ്ടായിട്ട് നിൽക്കുമ്പോൾ ഒരു രസമല്ലേ. നാട്ടിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ മുളകും തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നെ. ഇവിടെ പിന്നെ അങ്ങനെ വെക്കാനൊന്നും സ്ഥലമില്ലാത്ത തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കണ്ടപ്പോൾ രസം തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സും സാധനങ്ങളുമൊക്കെ കുറച്ചതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാൻ ചുവന്ന ചീരയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നാളത്തേക്ക് തന്നെ ഇപ്പം തന്നെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.